പുസ്തകം വായിച്ചു, എനർജി എന്നുള്ള പുസ്തകം. അപ്പോൾ ഞാനത് എനർജീൻ്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പുസ്തകം വാങ്ങിയത്. എന്താണ് എനർജി എന്നുള്ള സംശയം. പണ്ട് സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പം വീണ്ടും അതൊന്ന് ഓർക്കാമെന്ന് വെച്ചിട്ടാണ് പുസ്തകം. പുസ്തകം വായിക്കാൻ ഇപ്പോഴാണ് അവസരം. അപ്പോൾ ഞാനിത് മുഴുവൻ വായിച്ചു. അപ്പം ഇതിൽ എന്താ പറയുന്നതെന്നുള്ളൊരു ചിന്തയാണ്. ഡെഫിനിഷൻ ഓഫ് എനർജി. അത് although you cannot see it or touch it, you can watch how it affects things. Energy provides an object with the zip it needs to perform work, and force act on it to cause it to move or change speed. അതായത് പിന്നെ ഫോഴ്സ് ആൻഡ് എനർജി. അതായത് ഫോഴ്സിലുള്ള ഒരു വസ്തുവിനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള സംഗതിയായിട്ടാണ് എനർജി പറയുന്നത്. ചേഞ്ച് ഇൻ പൊസിഷൻ or speed is referred to as work by scientists. They define energy as the capacity to work against force. വസ്തുവിൻ്റെ ഫോഴ്സിനെതിരെ പ്രവർത്തിക്കാനുള്ള ഒരു കഴിവാണ് എനർജി എന്ന്. റോക്കറ്റ് പോകുമ്പോൾ ഭൂമിൻ്റെ ആകർഷണത്തിനെതിരെ അതൊക്കെ അതാണ് ഉദ്ദേശിച്ചത് തോന്നുന്നു. പിന്നെ പലതരം എനർജി പറയുന്നുണ്ട്. തെർമൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി. പ്രധാനമായിട്ട് ഇതിൽ കാണുന്നത് പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. അതാണ് പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും. പിന്നെ ഇവിടെ ഒരു കാര്യം പറയുന്ന മൂവിങ് ഓബ്ജക്ട്സ് കൈനറ്റിക് എനർജി increases by 4 times when its speed is doubled. സ്പീഡ് കൂടുമ്പം കൈനറ്റിക് എനർജി, സ്പീഡ് ഇരട്ടിയാകുമ്പം കൈനറ്റിക് എനർജി 4 ഇരട്ടിയാവും. പിന്നെ ഇതൊക്കെ എനർജീൻ്റെ ഓരോ എർത്തിൻ്റെ ഉള്ളിലുള്ള ചൂട് കൊണ്ട് ഓരോ വസ്തുക്കളെ ഉപയോഗിക്കാനും അങ്ങനെ റൂം ചൂടാക്കാനും വെള്ളം ചൂടാക്കാനും അങ്ങനെ എന്തൊക്കെയാണ് പറയുന്നത്. ഹിസ്റ്ററി ഓഫ് എനർജി, ഹ്യൂമൻ പവർ, സ്റ്റീം എൻജിൻ വർക്ക് ചെയ്യണം, സിസ്റ്റം താഴോട്ട് പോകും. പിന്നെ ഇത് ഫോസിൽ ഫ്യൂവൽ ഞാൻ വിചാരിച്ചത് ആനിമൽ കൊണ്ടാണ് ഫോസിൽ ഫ്യൂവൽ ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് പ്ലാങ്ക്ടൺ, ഡെഡ് പ്ലാങ്ക്ടൺ അക്യുമുലേറ്റഡ് ഓൺ ദ സീ ഫ്ലോർ. ചെറിയ ജീവികളാണോ തോന്നുന്നു സംശയം. അതിങ്ങനെ കടലടിയിൽ അടിഞ്ഞുകൂടി സാധനം ഓയിലും ഗ്യാസും ആയിട്ട് പുറത്തെടുക്കുന്ന, അതിൻ്റെ മുകളിൽ മുഴുവൻ മണ്ണായി, മരുഭൂമി വരെ മണ്ണായിട്ടുണ്ടാവും. അതായിരിക്കും കുഴിച്ചെടുക്കുന്ന മണ്ണ്. പ്രീ ഹിസ്റ്റോറിക് ക്രീച്ചേഴ്സ്, അത് വെള്ളത്തിൻ്റെ അങ്ങനെയാണ് ഓയിലുണ്ടാകുന്നത്. പിന്നെ സ്റ്റാർ, സണ്ണ്, മാഗ്നറ്റിക് ഫീൽഡ് കാരണം കളറ്, മറ്റേ ആർട്ടിക്കിൾ പോൾസ്, നോർത്ത് ആൻഡ് സൗത്ത് ആൻഡ് ഹെമിസ്ഫിയറിലെ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ലൈറ്റിലൊക്കെ മാറ്റം വരും. റേഡിയൻ്റ് എനർജി, റേഡിയേഷൻ. അതായത് റേഡിയേഷൻ
എനർജിയാണ്. ന്യൂക്ലിയർ എനർജി. ന്യൂക്ലിയർ എനർജിയിൽ ഇതിൽ വേസ്റ്റ് കുറവാന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എങ്ങനെ അതിൻ്റെ വേസ്റ്റ് പിന്നെ അത് നശിപ്പിക്കാൻ എളുപ്പമല്ല എന്ന് ഞാൻ വേറൊരു പുസ്തകത്തിൽ വായിച്ചിരുന്നു. അതിൽ പറയുന്നില്ല. ഇത് പറയുന്ന അപകടത്തിനെ പറ്റിയൊക്കെയാണ്. ന്യൂക്ലിയർ എനർജിയോട് ഉണ്ടാകും ചെർണോബിൽ ദുരന്തം. പിന്നെ പ്രധാനപ്പെട്ട ഞാൻ വാങ്ങുന്നത് ഫോട്ടോസിന്തസിസ് എന്താണെന്ന് അറിയാൻ താല്പര്യമുണ്ടായിരുന്നു. ഇതിൽ സിമ്പിളായിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇവിടെ പറയുന്നത്. ബാക്ടീരിയ, ഹൈഡ്രജൻ, വാട്ടർ, ഓക്സിജനും ഹൈഡ്രജനൊക്കെ കൂടിയുള്ള ഒരു ഇതായിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ലാബിൽ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ എപ്പോഴും ആലോചിച്ചു. ചില ബാക്ടീരിയാസൊക്കെ അങ്ങനെ ഫോട്ടോസിന്തസിസ് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. ഫ്യൂവൽ ഓഫ് ദ ഫ്യൂച്ചർ. അതിലൊക്കെ കെമിക്കൽ എനർജി സ്റ്റോർ ചെയ്യുന്നത് പ്ലാന്റ്സിലും ആനിമൽസിൽ ഫാറ്റായിട്ടും പ്ലാന്റ്സിൽ ഷുഗറായിട്ടും കെമിക്കൽ എനർജി അതാണ് മനുഷ്യന്മാർ ഫുഡിലൂടെ കിട്ടുന്നതാണ്. വൈറ്റമിൻസ് കഴിച്ച് കഴിഞ്ഞാൽ എനർജി ബൂസ്റ്റിംഗ് ഉണ്ടാവുമെന്ന് പറയാം. അത് നമുക്ക് ക്യാരറ്റും പിന്നെ ഈ മറ്റേ ഒരു തരം വെള്ളം കുടിക്കുന്നുണ്ടല്ലോ, അത് പേര് മറന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു എനർജി തോന്നുന്നതായിരിക്കും. ഒരു ഉള്ളിൽ ചുവപ്പ് ഓറഞ്ച് കളറുള്ള ഒരു സാധനം, വെള്ളം കുടിക്കാൻ കഴിയും. ഗ്രാവിറ്റി. അങ്ങനെ ഇവിടെ എങ്ങനെയാണ് സാറ്റലൈറ്റ് അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട്. Astronomers experience weightlessness in space because they are in free fall in orbit around Earth. ഓർബിറ്റിൽ എപ്പോഴും വീണുകൊണ്ടിരിക്കുക, എർത്തിലോട്ട് വീണുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. അതിൻ്റെ കൈനറ്റിക് എനർജി കാരണമായിരിക്കും. There would be no change in the potential in a circular object. തെർമൽ എനർജി കാര്യമായിട്ടൊന്നും കേട്ടില്ല. കൈനറ്റിക് ആൻഡ് പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി എല്ലാ സ്ഥലത്തും പറയുന്നുണ്ട്. അത് ആറ്റം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഈ പൊട്ടൻഷ്യൽ എനർജിയാണ് പോലുള്ളത്. അതാണ് ഈ ആറ്റം ബോംബ് അട്രാക്ഷൻ കാരണം ഒരു പൊട്ടൻഷ്യൽ എനർജി അതിൻ്റെ എല്ലാത്തിലും പറയുന്നുണ്ട്. ആറ്റത്തിൻ്റെ ഉള്ളിലൊക്കെ സൗണ്ട് എനർജി. കെമിക്കൽ എനർജി എല്ലാ സ്ഥലത്തും പറയുന്നതൊക്കെ ട്രാൻസ്ഫർമേഷൻ പവർ ഓഫ് ദ സൺ.